നമ്മൾ പലരുടെയും വാക്ക് കേൾക്കുന്നവരാണ്. കൂടുതലായി നമ്മെ വിശ്വസിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നാം വിശ്വസിച്ചവർ, അങ്ങനെയൊക്കെയുള്ളവരുടെ വാക്കുകൾ നാം കേൾക്കാറുണ്ട്. കൂടുതലും എനിക്കൊരു നല്ല കാലം വരുമ്പോൾ നിന്നെ ഞാൻ മറക്കില്ല, അല്ലെങ്കിൽ എൻ്റെ നല്ല കാലത്ത് ഞാൻ നിന്നെ വന്ന് കാണും, അങ്ങനെയൊക്കെ ഒരുപാട് വാഗ്ദാനങ്ങൾ തന്ന് അകന്നു പോകുന്ന പലർ. ഒരുപക്ഷെ ആ സമയങ്ങളിൽ ആ വാക്കുകളൊക്കെ നമുക്ക് ജീവിക്കാൻ ഒരു വലിയ ഊർജമായി മാറിയിരിക്കാം. നല്ലതാണ്, സത്യമാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഒരു ബുദ്ധിമുട്ടിൻ്റെ കാലഘട്ടത്തിൽ അവരുടെ വാക്കുകൾ നാം ഓർക്കുകയും അവരെ ഒന്നും നാം കാണുക കൂടി ഇല്ലാതിരിക്കുന്ന സമയത്ത് നാം അവരുടെ വാക്കുകൾ ഓർത്തെടുക്കാൻ ശ്രമിക്കാറുണ്ട്. ജീവിതത്തിൽ നമ്മോട് കൂടെ നിന്നിട്ട് നമുക്ക് നല്ല അനുഭവങ്ങളെ സമ്മാനിച്ചവരാണവർ. വലിയ വലിയ വാഗ്ദാനങ്ങൾ നമുക്ക് മുൻപിൽ പറഞ്ഞിട്ടകന്നു പോയവർ. മനുഷ്യരുടെ വാക്കുകൾ നമുക്ക് പല സമയങ്ങളിലും ഊർജം തരുന്നവയാണെങ്കിലും പിന്നീട് ആ വാക്കുകൾക്ക് ജീവൻ നൽകേണ്ടി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ജീവൻ ഉണ്ടാകണം എന്ന് നാം ആഗ്രഹിക്കുന്ന സമയത്ത് അവരോ അവരുടെ വാക്കുകളോ നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കണമെന്നില്ല. മറ്റെല്ലാവരും വാക്ക് പറഞ്ഞു മാറുമ്പോഴും, നീ ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും, നിന്നെ ഒരു നോക്ക് വന്ന് കാണുവാൻ പോലും ശ്രമിക്കാതെ ഇരിക്കുന്ന ആത്മാർത്ഥതയോടെ നാം സ്നേഹിച്ചവരും നമ്മെ സ്നേഹിച്ചവരും ഒക്കെ നിന്നിൽ നിന്ന് അകന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ നിന്നോട് കൂടെ നിന്റെ ഒരു വാക്ക് കേൾക്കുവാൻ ആഗ്രഹിച്ച് നിന്റെ സ്വപ്നങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേര് സാക്ഷാൽ യേശു ക്രിസ്തു. അവൻ നിന്റെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നീ മനുഷ്യൻ്റെ വാക്കുകൾക്ക് പിന്നാലെ ഓടി. അവൻ നിന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിനക്കത് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ ദിവസം അവൻ വീണ്ടും നിന്നോടായി ഈ ശബ്ദത്തിലൂടെ സംസാരിക്കുന്നു. മനുഷ്യൻ വാക്ക് പറഞ്ഞ് വാക്ക് മാറ്റിക്കളഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ വാക്കുകൾ എന്നോ അസ്തമിച്ചു പോയപ്പോൾ നീ ഒറ്റപ്പെട്ടെന്ന് വിചാരിച്ചേക്കാം. ഭയപ്പെടണ്ട, ഭാരപ്പെടണ്ട. അവൻ നിന്നോടുകൂടെയുണ്ട്. ആ ശബ്ദം, ആ ദൈവത്തിൻ്റെ ദൈവിക ശബ്ദമൊന്ന് കേൾക്കുവാൻ നീ ഒന്ന് സമയം കണ്ടെത്തിയാൽ, നിന്റെ ഹൃദയം ഒന്ന് തുറന്നു കൊടുത്താൽ, തിരുവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതെ, ഭാഗ്യവതിയും ഭാഗ്യവാനുമാണ് ഈ പകലിൽ നീ. നിന്റെ ജീവിതത്തിൽ അവൻ നിന്നോടൊരു വാക്ക് കൽപ്പിച്ചാൽ, നിന്നോടൊരു വാക്ക് പറഞ്ഞാൽ, നിനക്ക് വേണ്ടി ഒരു വാഗ്ദത്തം പറഞ്ഞാൽ, അത് നിവൃത്തി ഉണ്ടാകുമെന്ന് നീ വിശ്വസിച്ചാൽ തന്നെ നീ ഭാഗ്യവാനും ഭാഗ്യവതിയുമാണ്. തീർച്ചയായിട്ടും ആ ഭാഗ്യം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ വാക്ക് നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാവുക തന്നെ ചെയ്യും. മനുഷ്യൻ്റെ വാക്കുകൾ പോട്ടെ, നിന്നെ സഹായിക്കാമെന്ന് വാക്ക് പറഞ്ഞവരുടെ വാക്കുകൾ മാറിപ്പോകട്ടെ. ദൈവം നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത് നീ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകുക തന്നെ ചെയ്യും. ഈ ദിവസം അത് പ്രാവർത്തികമാകുക തന്നെ ചെയ്യും. ആ ഭാഗ്യവതിയും ഭാഗ്യവാനുമായി നിങ്ങൾ മാറട്ടെ. ആമേൻ.